57ാമത്തെ ക്വസ്റ്റ്യൻ ദ സഫിക്സ് OEDA ഈസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻ എ ട്രൈബ്, ഓപ്ഷൻ ബി ഫാമിലി, ഓപ്ഷൻ സി ക്ലാസ്, ഓപ്ഷൻ ഡി സബ് ഫാമിലി. OEDA എന്ന് ഉപയോഗിക്കുന്ന സഫിക്സ് ഏതിനാണ് ഉപയോഗിക്കുന്നത്? ട്രൈബിനാണോ, ഫാമിലിക്കാണോ, ക്ലാസ്സിന് പറയാനാണോ, സബ് ഫാമിലിക്ക് പറയാനാണോ എന്നാണ് ക്വസ്റ്റ്യൻ. 57 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സബ് ഫാമിലിനെ സൂചിപ്പിക്കാനാണ് OEDA എന്നുള്ള സഫിക്സ് ഉപയോഗിക്കുന്നത്. 58ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ എ ടാക്സോണമിക് ഹൈറാർക്കി ഫാമിലി ഈസ് ഇന്റർപോളേറ്റഡ് ബിറ്റ്വീൻ. ഫാമിലി ഏത് രണ്ട് ടാക്സോണിൻ്റെ ഇടയിലാണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഫാമിലിയുടെ മുമ്പ് വരുന്നത് ഓർഡറും ഫാമിലി കഴിഞ്ഞിട്ട് വരുന്നത് ജീനസുമാണ്. അപ്പോൾ ഓർഡറിൻ്റെ ജീനസിൻ്റെ ഇടയിലാണ് ഫാമിലി ഉള്ളത്. 58 ഓപ്ഷൻ സി, ഓർഡർ ആൻഡ് ജീനസ്. 59ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻക്ലൂഡ്സ് ഓൾ ദ അതർ. താഴെ കുറച്ച് ടാക്സോണമിക് കാറ്റഗറീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നത് വേറെ എല്ലാം ഉൾപ്പെടണം. അങ്ങനെയുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫാമിലി, ഓർഡർ, ജീനസ്, സ്പീഷ്യസ്. സ്പീഷ്യസിൻ്റെ ഉള്ളിൽ വേറെ ആരുമില്ല. പിന്നെ അതിൻ്റെ തൊട്ട് മേലെയുള്ള ആൾ ജീനസാണ്. ജീനസിൻ്റെ തൊട്ട് മേലെയുള്ള ആൾ ഓർഡറാണ്, ഫാമിലിയാണ്. ഫാമിലിയുടെ മേലെയുള്ള ആൾ ഓർഡറാണ്. അപ്പോൾ ഓർഡറിലാണ് ഇവരെല്ലാം ഉള്ളത്. ഇതിനുള്ളിൽ ഏറ്റവും വലിയ ടാക്സോണമിക് കാറ്റഗറി ഓർഡറാണ്. അപ്പോൾ ഓർഡറാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 59 ഓപ്ഷൻ ബി. തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ കാറ്റഗറി ഏതാണെന്ന് നോക്കിയാൽ മതി. അതിലായിരിക്കും ബാക്കി എല്ലാ ചെറിയ കാറ്റഗറി ഉൾപ്പെടുക. അങ്ങനെ 59 ഓപ്ഷൻ ബി. 60ാമത്തെ ചോദ്യം ദ നെയിം ഓഫ് എ പ്ലാന്റ് ഓർഡർ എൻഡ്സ് വിത്ത്. ഓപ്ഷൻ എ ഏഷ്യ, ഓപ്ഷൻ ബി എയിൽസ്, ഓപ്ഷൻ സി ഇഡേ, ഓപ്ഷൻ ഡി എ. അപ്പോൾ ഓപ്ഷൻസിൽ ഓരോന്ന് വെച്ച് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ഏഷ്യ എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഒരു പ്ലാന്റിൻ്റെ ഓർഡറിൻ്റെ നെയിം അതിൻ്റെ അവസാനം എന്ത് ശബ്ദത്തിലാണ് നമ്മൾ നിർത്തുക എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുക. അനക്കേർഡ് ഏഷ്യ എന്ന് കേട്ടിട്ടില്ലേ? അതെന്താണ്? ഏഷ്യ എന്ന് വെച്ചിട്ട് അവസാനിക്കുകയാണ്. അനക്കേർഡ് ഏഷ്യ ശരിക്കും എന്തായിരുന്നു? അതൊരു ഫാമിലിയുടെ നെയിമായിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കുമ്പോൾ എയിൽസ്. എയിൽസ് വെച്ചിട്ട് നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചിട്ടുള്ളത് സാപ്പിൻഡെയിൽസ് ആണ്. സാപ്പിൻഡെയിൽസ് എന്നുള്ളതൊരു പ്ലാന്റ് ഓർഡറാണ്. അപ്പോൾ അത് കറക്റ്റ് ആൻസറാണ്. വേണമെങ്കിൽ ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇഡേ എന്നാണ് കിടക്കുന്നത്. അത് നമ്മൾ ഹോമിൻ ഇഡേ എന്ന് പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? നമ്മുടെ ഹോമോസാപ്പിയൻ്റെ ഫാമിലിയുടെ ലാസ്റ്റാണ് ഇഡേ എന്ന് വെച്ചിട്ട് അവസാനിക്കുന്നത്. അപ്പോൾ അതല്ല. ഓപ്ഷൻ ഡി വരുന്നത് എ ആണ്. അത് നമ്മൾ കിങ്ഡം പ്ലാന്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിങ്ഡത്തിൻ്റെ ഒരു അവസാന ശബ്ദമാണ് എ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എയിൽസ് ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഓർഡർ വിൽ യു പ്ലേസ് ഗൊറില്ല. ഗൊറില്ലയുടെ ഓർഡർ ഏതാണെന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാർണിവോറ, ഓപ്ഷൻ ബി ഡിപ്റ്ററ, ഓപ്ഷൻ സി സാപ്പിൻഡെയിൽസ്, ഓപ്ഷൻ ഡി പ്രിമാറ്റ. ഈ തന്നിരിക്കുന്നതെല്ലാം ഓർഡേഴ്സാണ്. പക്ഷേ ഇതിൽ ഗൊറില്ലയുടെ ഓർഡർ ഏതാണെന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം ഗൊറില്ല ഒരു പ്രിമേറ്റാണ്. കാരണം അതിന് വലിയ ബ്രെയിൻ ഉണ്ട്. പിന്നെ അത് നട്ടെല്ല് നിവർത്തി നടക്കുന്നൊരു ജീവിയാണ്. അത് കാരണം ഗൊറില്ലയുടെ ഓർഡർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി പ്രിമാറ്റ. 62ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻക്ലൂഡ് വൺ ഓർ മോർ റിലേറ്റഡ് ഓർഡർ. ഓർഡറുകൾ ഉൾപ്പെട്ടിരിക്കുന്ന ടാക്സോണമിക് കാറ്റഗറി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർഡറുടെ തൊട്ട് മേലെ കിടക്കുന്ന ടാക്സോണമിക് കാറ്റഗറി ഏതാണെന്ന് നോക്കിയാൽ പോരെ. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ. ഓർഡറിൻ്റെ തൊട്ട് മേലെ കിടക്കുന്നത് ക്ലാസ് ആണ്. അപ്പോൾ 62 ഓപ്ഷൻ ഡി ക്ലാസ് ആണ് കറക്റ്റ് ആൻസർ. 63ാമത്തെ ചോദ്യം two organisms are present in the same class but not in same family. They may belong to same dash. രണ്ട് ഓർഗാനിസംസ് തന്നിട്ടുണ്ട്. അത് ഒരേ ക്ലാസ്സിലാണ്, പക്ഷെ ഒരേ ഫാമിലിയിലല്ല എങ്കിൽ അത് ഏത് കാറ്റഗറിയിലായിരിക്കും? താഴെ തന്നിരിക്കുന്ന ഏത് കാറ്റഗറി പെട്ടതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. 63 ഓപ്ഷൻസ് ജീനസ്, സ്പീഷ്യസ്, വെറൈറ്റി, ഓർഡർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓർഡറാണ്. കാരണം രണ്ട് ഓർഗാനിസം സെയിം ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് ഫാമിലിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ കാറ്റഗറിയാണ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി. ഇപ്പോൾ ക്ലാസിൻ്റെയും ഫാമിലിയുടെ ഇടയിൽ കിടക്കുന്ന ആൾ ഓർഡർ അല്ലേ? അപ്പോൾ ഓർഡറാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ബട്ട് നോട്ട് ഇൻ ദ സെയിം ഫാമിലി. ഒരേ ഫാമിലിയിലല്ല, എന്നാൽ ഒരേ ക്ലാസ്സിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആരായിരിക്കും? അത് ഓർഡർ അല്ലേ? അങ്ങനെ 63 ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് പോസസ് മാക്സിമം നമ്പർ ഓഫ് റിലേറ്റഡ് ക്യാരക്ടേഴ്സ്. 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഓർഡർ, ഫൈലം, ക്ലാസ്, സ്പീഷ്യസ്. ഈ തന്നിരിക്കുന്ന കാറ്റഗറിയിൽ മാക്സിമം നമ്പർ ഓഫ് റിലേറ്റഡ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ടാക്സോൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 64ാമത്തെ ഓപ്ഷൻ ഡി ആണ്. എല്ലാ
സ്പീഷ്യസ് ആണ്. കാരണം സ്പീഷ്യസ് ഒരു ബേസിക് യൂണിറ്റാണ്, സ്മോളസ്റ്റ് യൂണിറ്റാണ്. അതിലായിരിക്കും മാക്സിമം നമ്പർ ഓഫ് റിലേറ്റഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാവുക. 65ാമത്തെ ക്വസ്റ്റ്യൻ, ഏവ്സ് ടാക്സോണമിക്കലി റെപ്രസെൻറ്റ് എ ഡാഷ്. ഏവ്സ് എന്താണ്? ഏവ്സ് ഒരു ക്ലാസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. 4 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഏവ്സ്, റെപ്റ്റൈൽസ്, ആംഫിബിയൻസ്, മമാലിയ അങ്ങനെ 4 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏവ്സ് എന്നുള്ളത് ഓപ്ഷൻ സി ക്ലാസ്. 65 ഓപ്ഷൻ സി. 66ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡിക്ക, ട്യൂബറോസം ആൻഡ് ലിയോ റെപ്രസെൻറ്റ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. ഇത് കറക്റ്റാണ്. കാരണം മാഞ്ചിഫെറ ഇൻഡിക്ക, ട്യൂബറോസം വരുന്നത് സൊളാനം ട്യൂബറോസം, പാന്തീറ, ലിയോ. ഇതിൽ രണ്ടാമത്തെ വാക്കല്ലേ? രണ്ടാമത്തെ വാക്ക് എന്താണ്? സ്പീഷ്യസ് ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ബി, ഫൈസാലിയ എപ്പിസ് ആൻഡ് ഹെലിയാന്തസ് റെപ്രസെൻറ്റ് ദ ജനറിക് എപ്പിത്തറ്റ്. അപ്പോൾ 66 അതിനെ പറ്റിയിട്ട് വലിയ ഗ്രാഹ്യമില്ല. അപ്പോൾ സി ഓപ്ഷൻ കൂടെ നോക്കാം. മോണോകോട്ടിലെഡനെ ആൻഡ് ഡൈക്കോട്ടിലെഡനെ ആർ ദ 2 ക്ലാസസ് ഓഫ് ഡിവിഷൻ ആൻജിയോസ്പെർമെ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആൻജിയോസ്പെർംസിനെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മോണോകോട്ടിലെഡനും ഡൈക്കോട്ടിലെഡനും എന്നാണ് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഡി ഓപ്ഷൻ, ഫൈലം കോർഡാറ്റ ഇസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് കിങ്ഡം അനിമാലിയ. അത് തെറ്റാണെന്നറിയാം. കാരണം ഫൈലം ആർത്രോപോഡയാണ് ലാർജസ്റ്റ് ഫൈലം ആയിട്ടുള്ളത്. കിങ്ഡം അനിമാലിയയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലം ആർത്രോപോഡ്സ് ആണ്. അപ്പോൾ ഡിയും എയും സിയും ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഡി ആണ് ആൻസർ. കാരണം ആർത്രോപോഡ്സ് അല്ലേ ഏറ്റവും വലിയ ഫൈലം. അപ്പോൾ ബാക്കി 3ഉം കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും കറക്റ്റ് തന്നെയാണ്. ഫൈസാലിയ എപ്പിസ് ആൻഡ് ഹെലിയാന്തസ് റെപ്രസെൻറ്റ് ദ ജനറിക് എപ്പിത്തറ്റ്. ഈ 3 ഓപ്ഷൻസും കറക്റ്റാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി, ഫൈലം കോർഡാറ്റ ഇസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് കിങ്ഡം അനിമാലിയ. 66 ആൻസർ ഓപ്ഷൻ ഡി. 67ാമത്തെ ക്വസ്റ്റ്യൻ, 2 animals belongs to the same kingdom but different classes. They may belong to same. അപ്പോഴേ വന്ന പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നത് ആരാന്ന് നോക്കിയാൽ മതി. ഒരേ കിങ്ഡം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡിഫറെൻറ്റ് ക്ലാസ്സസുമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആരാണ്? കിങ്ഡം, ഫൈലം, ക്ലാസ്. ഫൈലം ആയിരിക്കും ആൻസർ. 67 ആൻസർ എ ഫൈലം. 68ാമത്തെ ക്വസ്റ്റ്യൻ, ടൈഗറിന് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ റെപ്രസെൻറ്റ് ദ കറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഗിവൺ ആനിമൽ. അപ്പോൾ ടൈഗറാണ് തന്നിരിക്കുന്നത്. ടൈഗറിൻ്റെ കറക്റ്റായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ താഴെ തന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ടൈഗറിൻ്റെ എല്ലാതും പഠിച്ചു വയ്ക്കണം. ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഫൈലം വെച്ച് നോക്കുമ്പോൾ ഫൈലം കോർഡാറ്റ അല്ലേ? അപ്പോൾ 68 എയോ ബിയോ ആണെന്ന് അറിയാം. കാരണം ടൈഗറിൻ്റെ ഫൈലം കോർഡാറ്റ ആണെന്ന് നമുക്ക് ഉറപ്പാണ്. ക്ലാസ് വെർട്ടബ്രേറ്റ, മമാലിയ. അതിലേതായിരിക്കും? മമാലിയാണ്. ടൈഗർ മമാലിയയിൽപ്പെട്ട ഓർഗാനിസമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓർഡർ കാർണിവോറ, ഫാമിലി ഫെലിഡെ, പൂച്ചൻ്റെ ഫാമിലി, ജീനസ് പാന്തീറ, സ്പീഷ്യസ് ടൈഗ്രിസ്. അതിൽ ജീനസ് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് കാനിസ് ടൈഗ്രിസ് എന്നാണ്. അപ്പോൾ അത് തെറ്റാന്ന് അപ്പം തന്നെ മനസ്സിലാക്കാം. പാന്തീറ ടൈഗ്രിസ് ടൈഗറാന്ന് നമുക്കറിയാലോ. അങ്ങനെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടൈഗറിൻ്റെ കറക്റ്റ് ഓർഡർ അപ്പോൾ പഠിച്ചു വെക്കണമെന്ന് മനസ്സിലായി. 69ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഗിവൺ ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റ് ദ ഹൈറാർക്കി ഓഫ് വേരിയസ് ടാക്സോണമിക് കാറ്റഗറീസ്. Identify the missing categories A, B and C and select the correct statement regarding these. ടാക്സോണമിക് കാറ്റഗറീസിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അത് ആദ്യം ഫില്ല് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. മിസ്സിങ് കാറ്റഗറീസ് ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ഇതാദ്യം ഫില്ല് ചെയ്യണം. സി തന്നിരിക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയാണ്. ഹയസ്റ്റ് കാറ്റഗറി കിങ്ഡം ആണ്. കിങ്ഡത്തിൻ്റെ താഴെ ഫൈലം കഴിഞ്ഞാൽ ക്ലാസ്. അപ്പോൾ ഓപ്ഷൻ ബി എന്നുള്ള ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തിൽ ക്ലാസ് ആണ് എഴുതേണ്ടത്. ഓർഡർ കഴിഞ്ഞാൽ എ എന്ന് വരുന്നവിടെ ഫാമിലി കഴിഞ്ഞാൽ ജീനസ് കഴിഞ്ഞാൽ സ്പീഷ്യസ്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. സി കിങ്ഡം, ബി ക്ലാസ്, എ ഫാമിലി. ഇനി സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. എ ഇസ് ദ ടാക്സോണമിക് കാറ്റഗറി വിച്ച് കണ്ടെയ്ൻ എ നമ്പർ ഓഫ് റിലേറ്റഡ് ജനീറ. എ എന്തായിരുന്നു? ഫാമിലിയാണ്. ഫാമിലി ഈസ് ദ ടാക്സോണമിക് കാറ്റഗറി വിച്ച് കണ്ടെയ്ൻ എ നമ്പർ ഓഫ് റിലേറ്റഡ് ജനീറ. അത് കറക്റ്റാണ്. കാരണം ജീനസുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ഫാമിലി ആവുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സാമ്പിൾസ് ഓഫ് കാറ്റഗറി ബി ആർ മോണോകോട്ടിലിഡനെ, ഡൈക്കോട്ടിലിഡനെ, മമാലിയ എക്സെട്ര. ബി എന്തായിരുന്നു? ബി ക്ലാസ് ആയിരുന്നു.
അപ്പോൾ മോണോകോട്ടിലിടണേ ഡൈക്കോട്ടിലിടണേ മമാലിയ എന്നെല്ലാം ഉള്ളത് ക്ലാസ് അല്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സി റെപ്രസെൻറ്റ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ടാക്സോണമിക് ഹൈറാർക്കി. സി ആരായിരുന്നു? സി കിങ്ഡം ആണ്. കിങ്ഡം ഒരിക്കലും ബേസിക് യൂണിറ്റ് ഓഫ് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മൂന്നാമത്തെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. നാലാമതൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉണ്ട്. എക്സാമ്പിൾസ് ഓഫ് കാറ്റഗറി സി ആർ ഫംഗൈ, മൊണീറ, പ്രൊട്ടിസ്റ്റ എക്സെട്ര. അത് കറക്റ്റാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കിങ്ഡം, മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലി, അങ്ങനെ 5 കിങ്ഡംസിനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1, 2, 4 എന്നുള്ള ഓപ്ഷൻസ് കറക്റ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റുമാണ്. അപ്പോൾ ഇതിൽ 1, 2, 4 വരുന്നത് ഓപ്ഷൻ സി ആണ്. അങ്ങനെ 69ാമത്തതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 70ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് വേരിയസ് ടാക്സോണമിക് കാറ്റഗറീസ്. ഇതിൽ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റായിട്ടുള്ള സീക്വൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് നിന്ന് തുടങ്ങാം. സ്പീഷ്യസ് എല്ലാ ഓപ്ഷൻസിലും അവസാനം സ്പീഷ്യസ് ആണ്. അതിൻ്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്നത് ജീനസ്. അതിൻ്റെ തൊട്ട് മുമ്പിൽ ആരാ നമുക്കറിയാം, ഓർഡർ ആണെന്നറിയാം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ അല്ല. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് ഫാമിലി ആണെന്നറിയാം. അപ്പോൾ ഫാമിലി വരുന്നത് 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എയിലും ഉണ്ട്, ഓപ്ഷൻ ഡിയും ഉണ്ട്. സ്പീഷ്യസ്, ജീനസ്, ഫാമിലി എന്നുള്ള ഓർഡർ വരുന്നത്. ഫാമിലിയുടെ തൊട്ട് മുമ്പ് വരുന്നത് ഓർഡർ ആണെന്നറിയാം. പക്ഷെ ഇവിടെ ഒരു ട്രൈബ് എന്നൊക്കെ ഉള്ളൊരു വാക്ക് ഇട്ടിട്ടുണ്ട്. 70 ഓപ്ഷൻ സി ആണ് ആൻസർ. കാരണം സ്പീഷ്യസ്, ജീനസ്, ട്രൈബ് കഴിഞ്ഞിട്ടാണ് ഫാമിലി. ഫാമിലി കഴിഞ്ഞ് ഓർഡർ, പിന്നെ ക്ലാസ്, പിന്നെ ഡിവിഷൻ. ഇത് കറക്റ്റാണ്. അതൊന്നുകൂടെ വായിച്ച് നോക്കുമ്പോൾ കിങ്ഡം, സി വായിക്കുമ്പോൾ കിങ്ഡം, ഫൈലം ഒരു ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. അപ്പോൾ ഫാമിലി കഴിഞ്ഞിട്ട് ഒരു ട്രൈബ് എന്നുള്ളൊരു കാറ്റഗറി കൂടുതൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കണം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ഫാമിലി കഴിഞ്ഞൊരു ട്രൈബ്, ട്രൈബ് കഴിഞ്ഞിട്ടാണ് ജീനസ്, സ്പീഷ്യസ്. അപ്പോൾ 70ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ബാക്കിയൊന്നുമല്ല. 71ാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട് ഓഫ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓൾ അനിമൽസ് ബിലോങ്ങിങ് ടു വേരിയസ് ഫൈല ആർ അസൈൻ ടു ദ കിങ്ഡം അനിമാലിയ. പലതരം ഫൈലയിൽ ഉൾപ്പെട്ട ആനിമൽസ് എല്ലാം അസൈൻ ചെയ്തിരിക്കുന്നത് കിങ്ഡം അനിമാലിയയിലാണ്. അത് കറക്റ്റാണ്. കാരണം ആനിമൽസ് എല്ലാം ഉള്ള കിങ്ഡം അനിമാലിയ എന്നറിയാലോ. ഫൈലും എല്ലാം ചേർന്നിട്ടാണ് കിങ്ഡത്തിലും എത്തുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ബി ഓപ്ഷൻ ആസ് വി ഗോ ഹയർ ഫ്രം സ്പീഷ്യസ് ടു കിങ്ഡം. സ്പീഷ്യസ് നിന്ന് കിങ്ഡത്തിലേക്ക് മേലേക്ക് പോകുന്തോറും നമ്പർ ഓഫ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഗോസ് ഇൻക്രീസിങ്. അത് തെറ്റാണ്. കാരണം സ്പീഷ്യസിലാണ് ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുക. എത്തുമ്പോൾ അത് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഹയർ ഫ്രം സ്പീഷ്യസ് ടു കിങ്ഡം, സ്പീഷ്യസ് നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ കോമൺ ക്യാരക്ടറിൻ്റെ എണ്ണം കുറയാണ് ചെയ്യുക. അതിൽ ഇൻക്രീസിങ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ, ഇൻകറക്റ്റ് ഏതാണെന്നല്ലേ ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ഡിഫറെൻറ്റ് ക്ലാസ്സസ് കംപ്രൈസിങ് ഫിഷ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫൈലം കോർഡേറ്റ. അത് കറക്റ്റാണ്. ഓപ്ഷൻ സി കറക്റ്റാണ്. ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് പ്ലാന്റ് ഓർഡർ പോളിമോണിയൽസ് ഇൻക്ലൂഡ് ദ ഫാമിലീസ് ലൈക്ക് സോളനേഷ്യ ആൻഡ് കോൺവോൾവുലേഷ്യ ബേസ്ഡ് ഓൺ ദ വെജിറ്റേറ്റീവ് ആൻഡ് ഫ്ലോറൽ ക്യാരക്ടർ. ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ അറിവില്ലെങ്കിലും ഓപ്ഷൻ ബി തെറ്റാണെന്ന് നമുക്ക് വായിച്ചാൽ തന്നെ അറിയാം. കാരണം സ്പീഷ്യസ് നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കുറഞ്ഞാണ് വരിക. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും തെറ്റാണെന്ന് ഉറപ്പാണ്. അത് കാരണം 71 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 72ാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ലീസ്റ്റ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്. ഏറ്റവും കുറവ് സിമിലർ ക്യാരക്ടറിസ്റ്റിക് ഉള്ളത് ഏതാണെന്നാണ്. അപ്പോൾ അത് ഏറ്റവും വലിയ ഹയർ കാറ്റഗറി ആയിരിക്കുമല്ലോ. ഫാമിലി, ക്ലാസ്, ജീനസ്, സ്പീഷ്യസ്. ഇതിൽ ഏറ്റവും വലിയ കാറ്റഗറി ഏതാണ്? ഫാമിലിയാണ്. ഫാമിലി അല്ല, ക്ലാസ് ആണ്. 72 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കിങ്ഡം, ഫൈലം, ക്ലാസ് കഴിഞ്ഞ് ഓർഡർ കഴിഞ്ഞിട്ടാണ് ഫാമിലി വരുന്നത്. അപ്പോൾ ക്ലാസ് ആണ് ഇതിൽ ഏറ്റവും വലിയ ടാക്സോണമി കാറ്റഗറി. അപ്പോൾ അതിനായിരിക്കും ഏറ്റവും കുറവ് സിമിലർ ക്യാരക്ടേഴ്സ് ഉണ്ടാവുക.